ഹലോ, ഹലോ. കേൾക്കാവോ? ഞാൻ ചോദിച്ചു കേട്ടോ മുജീബ്? കേൾക്കാം 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 ഞാൻ ചോദിച്ചു കേട്ടായിരുന്നോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. ഞാൻ ചോദിച്ചത് ഇപ്പോൾ മുഖ്യമന്ത്രി ചോദിക്കുകയാണ്, ഏത് വകുപ്പ് പ്രകാരമാണ്, പുതുക്കിയ വഖഫ് നിയമത്തിലെ ഏത് വ്യവസ്ഥ പ്രകാരമാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക എന്ന്. ഇവിടെ ശ്രീ സ്റ്റാലിൻ ദേവൻ പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് ശരിയുമാണല്ലോ, കാരണം അങ്ങനെ ഒരു വ്യവസ്ഥ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് പോയതിനു ശേഷമാണ് ഈ വ്യവസ്ഥ ഉൾപ്പെടുത്തിയത്. അത് മുനമ്പത്തെ സഹായിക്കാനും കൂടിയാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. മുനമ്പം ജനതയും അങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ ജനം ചാനലിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് അന്ന് ചർച്ചയിൽ പങ്കെടുത്തിരുന്നത് സ്റ്റാലിൻ ദേവനും അതേപോലെ തന്നെ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജുമാണ്. ഷോൺ ജോർജ് ബി.ജെ.പിയുടെ നേട്ടങ്ങളിൽ ഒന്നായി ഏറ്റവും പ്രധാനമായും വഖഫ് നിയമ ഭേദഗതി യാഥാർത്ഥ്യമായാൽ അതോടുകൂടി മുനമ്പത്തുകാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന വാദം ഉന്നയിച്ചപ്പോ അന്നത്തെ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സ്റ്റാലിൻ ദേവൻ പറഞ്ഞത്, ഒരിക്കലും ഈ വഖഫ് നിയമ ഭേദഗതി യാഥാർത്ഥ്യമാകുന്നതോടെ മുനമ്പത്തുകാരുടെ പ്രശ്നം പരിഹരിക്കില്ല എന്നുള്ളതാണ്. ഞാൻ ആ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഞാൻ പറയാതിരിക്കുകയും അതിനുള്ള മറുപടിയാണ് ഈ സ്റ്റാലിൻ ദേവൻ ഇപ്പോ പറഞ്ഞിട്ടുള്ളത് എന്ന് അന്ന് സംസാരിച്ച സ്റ്റാലിൻ ദേവൻ ഇപ്പോ അവിടെ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ശ്രീ മുജീബ് റഹ്മാൻ, അത് ഞാൻ പറഞ്ഞല്ലോ, JPC-ക്ക് വിടുന്നതിന് മുമ്പായിരുന്നു. JPC-ക്ക് പോകുമ്പോൾ ആദ്യം ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച സമയത്ത് ഇത് ഉണ്ടായിരുന്നില്ല, പാർലമെന്റിൽ അവതരിപ്പിച്ച സമയത്ത് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം JPC-ക്ക് പോയതിനു ശേഷമാണ് ഈ വ്യവസ്ഥ കൂട്ടിച്ചേർത്തത്. അതാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്. അത് വഖഫ് അമെൻഡ്മെന്റ് ബില്ലിൽ അണ്ടർലൈൻ ചെയ്ത് ചേർത്തിട്ടുമുണ്ട്, ബോൾഡ് ലെറ്ററിൽ അണ്ടർലൈൻ ചെയ്ത് ചേർത്തിട്ടുമുണ്ട്. മുനമ്പം സ്വദേശികളുടെ മുനമ്പത്ത് സമരം ചെയ്യുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർക്ക് നിയമോപദേശം കൊടുക്കുന്ന സ്റ്റാലിൻ ദേവൻ ഉൾപ്പെടെ, അതല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉൾപ്പെടെ, ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനങ്ങൾ, കേന്ദ്ര സർക്കാരുകൾ, സംഘപരിവാർ ഉൾപ്പെടെയുള്ളവർ അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് മോഹനസുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു വിഭാഗം, നമുക്കറിയാം, നിയമപരമായി സംസാരിക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ തന്നെ, സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായ കേരളത്തിലെ ഭരണം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മുനമ്പത്തുകാരുടെ മുന്നിൽ ചെന്നുകൊണ്ട് അവിടെ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിക്കൊണ്ട് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നു. അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ആ മുനമ്പത്തുകാരുടെ മുന്നിൽ ചെന്ന് പറയുന്നു, ഇത് നിങ്ങൾ കാലാകാലങ്ങളായിട്ട് ഇവിടെ താമസിച്ച ഭൂമിയാണ്, ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്, ഈ ഭൂമി വഖഫല്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ സിമ്പതി പിടിച്ചു വാങ്ങുവാനും അവരുടെ വോട്ട് ബാങ്കിൽ കണ്ണു നട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുന്നു. സംസ്ഥാന ഗവൺമെന്റ് ആ രീതിയിൽ സംസാരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് സംഘപരിവാറാണ്. സംഘപരിവാർ നിലവിൽ മുനമ്പത്ത് വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതോടുകൂടി അവിടെ ഞങ്ങളുടെ കിടപ്പാടം സംരക്ഷിക്കുന്നതിന് വേണ്ടി സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ സമരസമിതി പിന്നീട് നാം കാണുന്നത് വഖഫ് നിയമത്തിനെതിരെ സംസാരിക്കുന്നതും വഖഫ് ബോർഡിനെതിരെ സംസാരിക്കുന്നതും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്കാരത്തെ പോലെ, നോമ്പിനെ പോലെ, സക്കാത്തിനെ പോലെ, അവരുടെ ഇസ്ലാമിക നിയമങ്ങൾ പോലെ തന്നെ വഖഫ് എന്ന ആ പരിപാലനമായിട്ടുള്ള ആ നിയമത്തെ അവർ നോക്കിക്കാണുന്ന ആ നിയമത്തെ ആ സമരസമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ചാക്കിൽ കെട്ടുന്നു, കടലിൽ തള്ളുന്നു, കത്തിക്കുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ആ സമരത്തിന്റെ മുദ്രാവാക്യം തന്നെ മാറി. അവിടെ ഞങ്ങളുടെ കിടപ്പാടം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് അവിടുത്തെ സംഘപരിവാർ അവരോട് പറഞ്ഞുകൊടുത്ത, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ വഖഫ് ഭേദഗതി നിയമം നടപ്പാക്കുന്നതിലൂടെ മാത്രമേ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ എന്ന് ആ പാവങ്ങളെ പറഞ്ഞ് പറ്റിച്ച് അവസാനം അവരുടെ മുദ്രാവാക്യം തന്നെ മാറ്റിക്കൊണ്ട്, പക്ഷേ ഇപ്പോൾ അവരും അത് അംഗീകരിച്ചിട്ടുണ്ട്. അവര് ഈ നിയമം അരച്ചു കലക്കി കുടിച്ച ആളുകളാണ്. അല്ല, അവരോടൊപ്പമുള്ളവർ ഈ നിയമം അരച്ചു കലക്കി കുടിച്ചവരാണ്. കാരണം അവർ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടിയുള്ള പോരാട്ടത്തിലായിരുന്നു. ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമം വന്നപ്പോഴും അവരത് വിശ്വസിക്കുകയാണ്. അവരോടൊപ്പമുള്ള കത്തോലിക്ക സഭയും ഇക്കാര്യം പറയുന്നുണ്ട്, അവരത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് നടപ്പിലാക്കേണ്ടത് ആരാണ്? നടപ്പിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. വഖഫ് നിയമം കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു, പക്ഷെ അത് നടപ്പിലാക്കി കാണിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വേറെയാണ്, ഞങ്ങൾ ഈ നിയമത്തിന് എതിരാണെന്നാണ്. അവർക്ക് നിയമോപദേശം കൊടുക്കുന്നത് സ്റ്റാലിൻ ദേവൻ ഉൾപ്പെടെയുള്ള ആളുകളാണ്. നിലവിലൊരു സാഹചര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ചർച്ചകളിൽ സൂചിപ്പിക്കാറ്, ഞാൻ അഭിഭാഷകനല്ല, ഞാനൊരു നിയമപണ്ഡിതനും അല്ല. സ്റ്റാലിൻ ദേവനെ പോലെ വലിയ നിയമപണ്ഡിതനാണ് എന്ന് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു എന്നൊക്കെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിയമപണ്ഡിതന്മാരുണ്ട്, ഇവിടെ അഭിഭാഷകരുണ്ട്, ഇവിടെ ഇതുമായി പഠിച്ചിട്ടുള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റാലിൻ ദേവന് മാത്രം അത് വിഷയത്തിൽ അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഇവിടുത്തെ വാക്യതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമം പഠിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നു, ഈ മുനമ്പം സ്വദേശികളെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം വഖഫ് നിയമ ഭേദഗതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ രാജ്യത്തങ്ങോളം ഇങ്ങോളം മുസ്ലിം സമുദായത്തിന്റെ മുൻഗാമികൾ അവർ പള്ളിക്ക് വേണ്ടിയും മദ്രസയ്ക്ക് വേണ്ടിയും അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും അവരുടെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ അംശത്തിൽ നിന്ന് അവർ പരലോകമോക്ഷം കാംക്ഷിച്ചുകൊണ്ട് ജഗന്നിയന്താവായ നാഥന്റെ തൃപ്തി സമ്പാദിക്കുന്നതിന് വേണ്ടി അവരുടെ മക്കൾ തിന്നണ്ട, അവരുടെ പരമ്പര കഴിക്കണ്ട, അവരുടെ മക്കൾക്ക് അവർ എഴുതി വെച്ചു കൊടുക്കേണ്ട ഭൂമി അവർ ഈ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി കൊടുക്കപ്പെട്ടിട്ടുള്ള ആ ഭൂമികൾ ഏക്കർ കണക്കിന്, ലക്ഷക്കണക്കിന് ഏക്കർ, എത്രയോ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഭൂമി മൊത്തം നഷ്ടപ്പെടുന്ന രീതിയിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം NRC പോലെ CAA പോലെ അവരുടെ അസ്തിത്വം നഷ്ടപ്പെടുത്തപ്പെടുന്ന ആ നിയമം നടപ്പാക്കണമെന്ന മുദ്രാവാക്യമാണ് മുനമ്പത്തെ സമരസമിതിയുടെ ആ പന്തലിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം നമുക്കറിയാലോ, നമുക്ക് മുനമ്പത്ത് ഇവിടെ ഒരു നിയമം നടപ്പാക്കപ്പെടുമ്പോ മുനമ്പത്ത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ 2-3 ഫ്ളാറ്റുകൾ, എത്രയോ 14 15 നിലകളുള്ള ഫ്ളാറ്റുകൾ അവിടെ സ്ഫോടക വസ്തുക്കൾ വെച്ച് തകർക്കപ്പെട്ടു. ആ തകർക്കപ്പെടുന്ന സമയത്ത് ഞാൻ അതിന്റെ ദൃശ്യം നേരിട്ട് കണ്ട ആളാണ്. അവിടുത്തെ അവർ നടത്തിയിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ടൊക്കെ സഹകരിച്ചിട്ടുള്ള ആളാണ്. അവിടുത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ നിലവിൽ ആ പാവപ്പെട്ട അവിടുത്തെ സമ്പന്നരെന്ന് പറയാൻ പറ്റുന്ന, അതല്ലെങ്കിൽ മധ്യവർഗം എന്ന് പറയാൻ കഴിയുന്ന ആ സമൂഹം അവിടെ നിന്ന് അവിടെ ഫ്ളാറ്റ് നിർമ്മിച്ച ഫ്ളാറ്റ് മുതലാളിയുടെ കയ്യിൽ നിന്ന് അവർ സാമ്പത്തിക പൈസ കൊടുത്ത് ആ ഭൂമി വാങ്ങിക്കുമ്പോൾ അതിന് രേഖയുള്ള ഭൂമിയായിരുന്നു, അതിന് കൃത്യമായ ആ സ്ഥലത്തിന് രേഖയുണ്ടായിരുന്നു, അവർക്ക് കൃത്യമായിട്ടുള്ള ആധാരം ഉണ്ടായിരുന്നു, അവർക്ക് നിയമപരമായിട്ട് മരട് മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള നമ്പർ ഉണ്ടായിരുന്നു. അത് കൊടുക്കപ്പെട്ടത് നിലവിലുള്ള അവസരം സംസ്ഥാന ഗവൺമെന്റ് ആയിരുന്നു. പക്ഷേ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് അവിടെ പണിത ആ കെട്ടിടം, അവിടെ പണിത ആ ഫ്ളാറ്റുകൾ, അവിടെ അതിലൂടെ അതിന്റെ തൊട്ടടുത്ത് കൂടി ഒഴുകുന്ന ആ പുഴയിൽ നിന്ന് ഇത്ര മീറ്റർ അകലെ വെക്കണമെന്നുള്ള നിയമം ലംഘിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അത് പൊളിച്ചു മാറ്റണമെന്ന് പറയപ്പെടുന്ന സമയത്ത്, ആ പൊളിച്ചു മാറ്റുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന നിയമമായിരുന്നില്ല. അന്ന് ആ പറയപ്പെടുന്ന പുഴയിൽ നിന്നുള്ള ദൂരത്തിന്റെ അകലത്തിൽ കെട്ടിടം നിർമ്മിക്കാനുള്ള ആ നിയമത്തിൽ ഭേദഗതി വെച്ചിരുന്നു. പക്ഷെ അന്ന് ആ പൊളിക്കുന്ന സമയത്ത് അനുകൂലമായിട്ടുള്ള സാഹചര്യമായിരുന്നെങ്കിൽ പോലും സുപ്രീം കോടതി പറഞ്ഞത് ഇത് പണിത സമയത്ത് ഈ നിയമപരമായിട്ടുള്ള അവസ്ഥയല്ല എന്നുള്ളതുകൊണ്ട് ഇത് പൊളിച്ചതിന് ശേഷം, ഈ ഫ്ളാറ്റ് പൊളിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ അളവിൽ തന്നെ അവിടെ നിങ്ങൾക്ക് ആ ഫ്ളാറ്റ് പണിയാമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ അതൊരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോ കാലാകാലങ്ങളായി മുസ്ലിം സമുദായത്തിന്റെ മുൻഗാമികള് സംഭാവന ചെയ്ത, അവർ സമൂഹത്തിന് വേണ്ടി അവർ സ്വത്തിൽ നിന്ന് നീക്കിവെച്ച ആ സ്വത്ത് അത് അടിച്ചു മാറ്റുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി തയ്യാറാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ നിയമം കൊണ്ടുവന്നുകൊണ്ട് 1950 1948 ജിംബുബായി എന്ന് പറയുന്ന ഒരു സ്ത്രീയിൽ നിന്ന് സിദ്ദിഖ് സെട്ടി എന്ന് പറയുന്ന മനുഷ്യൻ 404.76 ഏക്കർ പൈസ കൊടുത്തു വാങ്ങിയ ഭൂമി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിയമവിദഗ്ധർ എന്ന് പറയുന്ന ഈ ആളുകളൊക്കെ ചാനൽ ചർച്ചയിൽ വന്നുകൊണ്ട് പറയുന്നു അത് പാട്ടത്തിന് കൊടുത്തതാണ്, അത് രാജാവ് കൊടുത്തതാണ്. കൃത്യമായി 1948 അദ്ദേഹം വില കൊടുത്ത് വാങ്ങിയതിന്റെ ആധാരം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുമായി അതിന്റെ ആധാരത്തിന്റെ കോപ്പി ഞങ്ങൾ പത്രസമ്മേളനത്തിൽ കാണിച്ചിരുന്നു. അതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഈ പറയപ്പെടുന്ന നിയമവിദഗ്ധന്മാർ, ഈ പറയപ്പെടുന്ന മുനമ്പന്തി ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർ പറയുന്നു അത് നിലവിൽ ഹൗസിൽ അത് സിദ്ദിഖ് സേട്ട് വില കൊടുത്ത് മേടിച്ച ഭൂമിയല്ല, അത് 1902 രാജാവ് പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ് എന്നൊക്കെയുള്ള പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഞങ്ങളുടെ ഈ അഭിപ്രായങ്ങളോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ സമർപ്പിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ഏഷ്യനെറ്റ് ആയാലും അതേപോലെ തന്നെ റിപ്പോർട്ടർ ചാനലായാലും ബാക്കിയുള്ള ചാനലുകളും എനിക്ക് തോന്നുന്നു ന്യൂസ് 18 മാത്രമാണ് 1-2 ചർച്ചകളിൽ വഖഫ് സംരക്ഷണ സമിതിയുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് ഇതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്ന രീതിയിൽ വിനീതനായ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പങ്കെടുപ്പിച്ചു. ഇപ്പോൾ ചർച്ചയാകുന്നത് വഖഫ് ഭേദഗതി നിയമം നിലവിൽ വന്നതോടുകൂടി 2025 പുതിയ വഖഫ് നിയമം വന്നതോടുകൂടി 95 2013 വഖഫ് നിയമത്തിന് ഇനി അതിന് പ്രസക്തി ഇല്ലല്ലോ. അതില് 2A എന്നുള്ള വ്യവസ്ഥ, 2A എന്നുള്ള വ്യവസ്ഥ കൃത്യമായും ഈ ട്രസ്റ്റുകളുടെ കാര്യത്തിലും സൊസൈറ്റികളുടെ കാര്യത്തിലും ബാധകമാണെങ്കിൽ അത് മുനമ്പത്തിനും ബാധകമാണ് എന്നുള്ള വാദമാണ് ഉയരുന്നത്. അത് പരിശോധിക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി ഒറ്റ വാചകത്തിൽ തള്ളിക്കളയുകയാണ്. അതായത് നേരത്തെയുള്ള ഒരു നിലപാടുണ്ടല്ലോ, വഖഫ് നിയമം ഞങ്ങൾ അംഗീകരിക്കുകയില്ല, ഭേദഗതി ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന്. അതിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. ശ്രീ പ്രിന്റു മഹാദേവ്, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്